ഹായ് ഹലോ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആൻഡ് പാരന്റ്സ്. ഇന്ത്യയിൽ നിന്നും വിദേശത്ത് MBBS പഠിക്കാൻ സാധിക്കുന്ന രാജ്യങ്ങളും അവിടുത്തെ മികച്ച മെഡിക്കൽ യൂണിവേഴ്സിറ്റീസിനും പരിചയപ്പെടുത്തുന്ന വിൽബർട്ടൺ എഡ്യൂക്കേഷൻസിന്റെ MBBS സീരീസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് യൂറോപ്യൻ ഷെങ്കൻ രാജ്യമായിട്ടുള്ള ചെക്ക് റിപ്പബ്ലിക്കിനെയാണ്. മെഡിക്കൽ സംബന്ധമായിട്ടുള്ള റിസർച്ചിനും പ്രാക്ടിക്കൽസിനും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് ആണ് ചെക്ക് റിപ്പബ്ലിക്കിലുള്ളത്. ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസ് എല്ലാം തന്നെ യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സിൽ ക്വാളിറ്റി MBBS പ്രൊവൈഡ് ചെയ്യുന്നതിനാൽ തന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് MBBS പഠിക്കാൻ ചെക്ക് റിപ്പബ്ലിക് ഒരു മികച്ച ഓപ്ഷൻ കൂടിയിട്ടാണ്. MBBS പഠന മേഖലയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള യൂണിവേഴ്സിറ്റി ഓഫ് ഓസ്ട്രാവയാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ചെക്ക് റിപ്പബ്ലിക്കിലെ MBBS പഠനത്തിന്റെ പ്രത്യേകതകളും മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ഓസ്ട്രാവയിലെ ട്യൂഷൻ ഫീസ്, അക്കാഡമിക്സ്, യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസേഷൻസ്, പ്രോഗ്രാം കരിക്കുലം, എൻട്രി റിക്വയർമെന്റ്സ്, ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ്, ലിവിംഗ് എക്സ്പെൻസ്, കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്നിങ്ങനെ ഒരു MBBS സ്റ്റുഡൻസും അവരുടെ പേരൻസും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. വെൽക്കം ഓൾ. ജർമ്മനിയുമായും ഓസ്ട്രിയയുമായും സ്ലോവാക്കിയ, പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടൊക്കെ അതിർത്തി പങ്കിടുന്ന ചെക്ക് റിപ്പബ്ലിക്കിന്റെ റിച്ച് ഹിസ്റ്ററി, ചാമിംഗ് മിഡീവൽ ടൗൺസ്, വേൾഡ് ഫേമസ് കാസൽസ് എന്നിവയാൽ സമ്പന്നമാണ്. ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള പ്രാഗ് യൂറോപ്പിലെ തന്നെ മോസ്റ്റ് പോപ്പുലർ പിക്ചർ സ്ക്വയർ സിറ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചാൾസ് ബ്രിഡ്ജും പ്രാഗ് കാസ്റ്റിലും പിന്നെ ആസ്ട്രോണമിക്കൽ ക്ലോക്ക് എന്നിവയിൽ മനോഹരമായിട്ടുള്ള ചെക്ക് റിപ്പബ്ലിക്കിൽ ഏതാണ്ട് 10.7 മില്യൺ ജനങ്ങളാണ് ജീവിക്കുന്നത്. ഒഫീഷ്യൽ ലാംഗ്വേജ് ചെക്ക് ആണെങ്കിലും മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ സ്പീക്സ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഓട്ടോമോട്ടീവ്, എഞ്ചിനീയറിംഗ്, സയൻസ് ആൻഡ് ടെക്നോളജി, ടൂറിസം സെക്ടേഴ്സ് എന്നിവയാണ് ചെക്ക് റിപ്പബ്ലിക്കിന്റെ എക്കോണമിക്ക് ഏറ്റവും കൂടുതൽ കരുത്ത് പകരുന്ന ഘടകങ്ങൾ. കോൾഡ് വിന്റേഴ്സും വാം സമ്മേഴ്സും കൂടിയ കോണ്ടിനെന്റൽ ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസ് ആണ് നമുക്കിവിടെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. ചെക്കിലെ ക്ലൈമറ്റിക്കൽ കണ്ടീഷൻസും സീസൺസും ഒരു വ്യത്യസ്ത അനുഭവം തന്നെയാണ് നമ്മുടെ കുട്ടികൾക്ക് സമ്മാനിക്കുന്നത്. ചെക്ക് റിപ്പബ്ലിക് ഒരു ഷെങ്കൻ കൺട്രി ആയതിനാൽ തന്നെ ചെക്ക് വിസ ഉപയോഗിച്ചുകൊണ്ട് 27 വരുന്ന ഷെങ്കൻ കൺട്രീസിലും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കും. കൂടാതെ യൂണിവേഴ്സിറ്റികൾ കണ്ടക്ട് ചെയ്യുന്ന റിസർച്ച് ഓറിയന്റഡ് പ്രോഗ്രാംസും എക്സ്ചേഞ്ച് പ്രോഗ്രാംസിന്റെ ഒക്കെ ഭാഗമാവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. UK-യിൽ നിന്നും, US-ൽ നിന്നും, നോർവേ, ജർമ്മനി, ഇന്ത്യ തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നായിട്ട് മെഡിക്കൽ സ്റ്റുഡൻസും മറ്റു പല കോഴ്സുകൾക്കും സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്. ഒട്ടനവധി മെഡിക്കൽ പ്രൊഫഷണൽ ഗ്രാജുവേറ്റ്സ് ആയിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ചെക്ക് റിപ്പബ്ലിക് മെഡിക്കൽ ലോകത്തിന് നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. യൂറോപ്പിലും ഗ്ലോബൽ മെഡിക്കൽ സയൻസിനും ചെക്ക് ഡോക്ടേഴ്സും സയന്റിസ്റ്റും ഒട്ടനവധി ഫൗണ്ടേഷൻസും ഡെവലപ്മെന്റ്സും കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ടതാണ് ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്നറിയപ്പെടുന്ന വ്യക്തി ഗ്രിഗർ ജോൺ മോണ്ടൽ പീപ്പിൾ ആൻഡ് എക്സ്പെരിമെന്റ്സിലൂടെ ജെനറ്റിക്സിന്റെ പഠനശാഖക്ക് തന്നെ തുടക്കം കുറിക്കുകയും അതിൽ പിന്നെ കൂടുതൽ റിസർച്ചുകൾ നടത്തിയിട്ട് കൂടുതൽ ഡെവലപ്മെന്റ്സിന് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. ചെക്ക് സയന്റിസ്റ്റും ഫിസിഷ്യനുമായിട്ടുള്ള ജാൻ ജാൻസ്കി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി 1907 ബ്ലഡ് ഗ്രൂപ്പിനെ നമ്മൾ ഇന്ന് കാണുന്ന AB, AB ആൻഡ് O എന്നിങ്ങനെ 4 തരംതിരിക്കുകയും ഇത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ താങ്ങാനാവുന്ന ഒരു ഫൗണ്ടേഷൻ ആയിട്ട് മാറുകയും ഉണ്ടായി. ഇതിനെല്ലാം പുറമെ തന്നെ ചെക്ക് റിപ്പബ്ലിക്കിലെ കാർഡിയോളജി, ഓങ്കോളജി, ന്യൂറോളജി, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്നിവയുടെ കാര്യത്തിലും ഇന്റർനാഷണലി റെക്കഗ്നൈസേഷൻ ആണ്. റോബോട്ടിക് സർജറീസ്, ഹാർട്ട് വാൾവ് റീപ്ലേസ്മെന്റ്സ്, ക്യാൻസർ ട്രീറ്റ്മെന്റ്സ് എന്നിങ്ങനെ പുതിയ സാങ്കേതിക വിദ്യയുടെ കൂട്ടുപിടിച്ച് ഒട്ടനവധി ഡെവലപ്മെന്റ്സ് ആണ് ചെക്ക് റിപ്പബ്ലിക് നടത്തി വരുന്നത്. ഇനി നമുക്ക് ചെക്ക് റിപ്പബ്ലിക്കിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പബ്ലിക് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ദി യൂണിവേഴ്സിറ്റി ഓഫ് ഓസ്ട്രാവയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവരും അതുപോലെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരും ഇതുപോലെയുള്ള എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. യൂറോപ്പിലും സെൻട്രൽ ഏഷ്യയിലുമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച ഫെസിലിറ്റീസിൽ MBBS പഠിക്കാൻ സാധിക്കുന്ന ഗ്ലോബലി അക്രീഡേറ്റഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. സോ 1991 സ്ഥാപിതമായിട്ടുള്ള യൂണിവേഴ്സിറ്റി ഓഫ് ഓസ്ട്രാവോ സ്ഥിതി ചെയ്യുന്നത് തന്നെ ചെക്ക് റിപ്പബ്ലിക്കിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള ഓസ്ട്രാവോ സിറ്റിയിലാണ്. വളരെ മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പിനാൽ സമ്പന്നമാണ് ഇവിടുത്തെ മിക്ക ഡെസ്റ്റിനേഷൻസും. ഒപ്പേറ തിയേറ്ററുകളും ഗാലറികളും ഉൾപ്പെടെ വിവിധ കൾച്ചറൽ ഡെസ്റ്റിനേഷൻസുള്ള ഇവിടെ പലതരത്തിലുള്ള കൾച്ചറൽ ആൻഡ് സ്പോർട്സ് ഇവന്റ്സ് നടത്തി വരാറുണ്ട്. അതിൽ തന്നെ കളേഴ്സ് ഓഫ് ഓസ്ട്രാവ, മ്യൂസിക് ഫെസ്റ്റിവല്, സമ്മർ ഷേക്സ്പിയർ ഫെസ്റ്റിവല്, ജാൻസ് ക്ലാസിക്കൽ മ്യൂസിക് ഫെസ്റ്റിവൽ എന്നിങ്ങനെ വേൾഡ് പോപ്പുലർ ഇവന്റ്സ് എല്ലാം ഇവിടെ സംഘടിപ്പിച്ച് വരാറുണ്ട്. ഇനി നമുക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ഓസ്ട്രാവയിലെ MBBS ഡ്യൂറേഷനെ കുറിച്ചിട്ടും കോഴ്സ് കരിക്കുലത്തെ കുറിച്ചിട്ടും കൂടുതൽ മനസ്സിലാക്കാം. യൂണിവേഴ്സിറ്റി ഓഫ് ഓസ്ട്രാവയിൽ നിങ്ങൾക്ക് ടോട്ടൽ 12 സെമസ്റ്ററുകളായിട്ട് 6 വർഷം വരുന്ന കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് ടോട്ട് MBBS പ്രോഗ്രാം ആണ് പഠിക്കേണ്ടത്. ആദ്യത്തെ വർഷങ്ങളിൽ പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ് ആയിരിക്കും നിങ്ങൾ പഠിച്ചു വരുന്നുണ്ടായിരിക്കുക. ഈ ഒരു സമയം നിങ്ങൾ ബയോകെമിസ്ട്രി, അനാട്ടമി തുടങ്ങിയ ബേസിക്
മെഡിക്കൽ സയൻസ് സബ്ജക്റ്റുകളാണ് പഠിച്ചു വരുന്നത്. ചെക്ക് റിപ്പബ്ലിക്കിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഓസ്ട്രാവയിലെ MBBS കരിക്കുലമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. പിന്നീടുള്ള വർഷങ്ങളിലെല്ലാം തന്നെ ക്ലിനിക്കൽ സ്റ്റഡീസ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. ഇന്റേണൽ മെഡിസിൻസ്, ഗൈനക്കോളജി, സർജറി, ഓർത്തോ, പീഡിയാട്രിക് പോലുള്ള സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാമുകളിലേക്കാണ് പിന്നീടുള്ള വർഷങ്ങളിൽ നിങ്ങൾ പഠിച്ചു വരുന്നത്. പഠന സമയത്ത് തന്നെ ഹോസ്പിറ്റലുകളിലെ പേഷ്യൻസ് ഇന്ററാക്ഷൻസും ക്ലിനിക്കൽ റൊട്ടേഷൻ ചെയ്തുകൊണ്ടാണ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ഓസ്ട്രാവയിലെ MBBS കരിക്കുലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടെ തന്നെ നിങ്ങൾക്ക് എക്സാം പാറ്റേൺസിനെ കുറിച്ചിട്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂറോപ്പിലെ ഒട്ടുമിക്ക എല്ലാ വീഡിയോസിലും നമ്മൾ ഒരേ പാറ്റേൺസ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം യൂറോപ്പിൽ വരുന്ന യൂണിവേഴ്സിറ്റികളിലെ കോഴ്സും അതുപോലെ എക്സാമും കരിക്കുലം എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. നിങ്ങൾക്ക് പ്രീ ക്ലിനിക്കൽ ഫേസിലും ക്ലിനിക്കൽ ഫേസിലും നിങ്ങൾക്ക് റിട്ടൺ എക്സാം ആയിട്ടും ഓറൽ എക്സാമുകളായിട്ടും പ്രാക്ടിക്കൽ എക്സാമുകളായിട്ടൊക്കെ നടത്തി വരുന്നുണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് MCQ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. പ്രാക്ടിക്കലും അതുപോലെ തന്നെ ക്ലിനിക്കൽസ് എക്സാമും എന്നിങ്ങനെ നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതാണ്. ഇതിന് പുറമെ ഇന്റേൺഷിപ്പ് സമയത്ത് നിങ്ങൾ ഫൈനൽ ഇവാലുവേഷൻ, സ്റ്റേഷൻസ് എക്സാമിനേഷൻസും ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളിലും മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഈ ഒരു എക്സാം പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തു വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു ഗ്രേഡിംഗ് സിസ്റ്റത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കാനാണെങ്കിൽ യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ആൻഡ് അക്യുമുലേഷൻ സിസ്റ്റത്തിന് സമാനമായിട്ടുള്ള ഒരു ഗ്രേഡിംഗ് സിസ്റ്റം തന്നെയാണ് ചെക്ക് റിപ്പബ്ലിക് ഫോളോ ചെയ്യുന്നത്. 1 മുതൽ 4 വരെ ലെവലുകളിൽ വരുന്ന 1 എന്നാൽ എക്സലന്റും, 2 എന്നാൽ വെരി ഗുഡ് എന്നും, 3 എന്നാൽ ഗുഡ് എന്നും, 4 എന്നാൽ ഫെയിൽ എന്നുമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. റിട്ടൺ ആൻഡ് ഓറൽസ് എക്സാമിനേഷനും നിങ്ങൾ പാസ്സാവേണ്ടതുണ്ട്. അസൈൻമെന്റ്സും പ്രാക്ടിക്കൽസും കണ്ടിന്യൂസ് അസസ്മെന്റ്സും കൂടിയാണ് നിങ്ങളുടെ എക്സാം വരുന്നത്. ഈ ഒരു എക്സാമുകൾ അടിസ്ഥാനമാക്കിയിട്ടാണ് നിങ്ങളുടെ ഫൈനൽ മാർക്കുകളും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഹോസ്പിറ്റൽസും അവിടുത്തെ ക്ലിനിക്കൽ ട്രെയിനിങ്സിനെ കുറിച്ചിട്ടാണ്. ചെക്ക് റിപ്പബ്ലിക്കിലെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് മോഡേൺ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലാണ് ഓസ്ട്രേലിയക്ക് ഉള്ളത്. 1100 ബെഡ് കപ്പാസിറ്റിയുള്ള ഈ ഒരു ഹോസ്പിറ്റലിൽ വൈഡ് റേഞ്ച് ഓഫ് സ്പെഷ്യാലിറ്റീസും ഡിപ്പാർട്ട്മെന്റ്സും പ്രവർത്തിച്ചു വരുന്നുണ്ട്. സച്ച് ആസ് ഇന്റേണൽ മെഡിസിൻ, സർജറി, പീഡിയാട്രിക്സ്, ന്യൂറോളജി, സൈക്കാട്രി, ഗൈനക്കോളജി, ഇന്റൻസീവ് മെഡിസിൻസ് എന്നിങ്ങനെയാണ്. ഓസ്ട്രേലിയയും സിറ്റി സറൗണ്ടിങ്സുമായിട്ടുള്ള മൊറോവിയൻ സെലീസിയം റീജിയനും ബന്ധപ്പെടുത്തിയിട്ട് അഫിലിയേറ്റഡ് റീജിയണൽ ഹോസ്റ്റൽസും സ്പെഷ്യലൈസ്ഡ് ക്ലിനിക്സും മെഡിക്കൽ സ്റ്റുഡൻസിന് ഇവർക്ക് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങിനായിട്ട് നൽകി വരുന്നുണ്ട്. ഇതിലൂടെ സ്റ്റുഡൻസിന് എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷൻസിന്റെ കീഴിൽ റിയൽ വേൾഡ് ക്ലിനിക്കൽ പ്രാക്ടീസ് ലഭിക്കാനും കൂടാതെ ഡൈവേഴ്സ് റേഞ്ച് ഓഫ് മെഡിക്കൽ കേസസ് അറ്റൻഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റി ടീമിനെ കുറിച്ചിട്ടും എൻട്രി ക്രൈറ്റീരിയനെ കുറിച്ചിട്ടും മനസ്സിലാക്കാം. ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത്. ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടൻസും മെഡിക്കൽ PhD ഹോൾഡേഴ്സുമായിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ട്രെയിനിങ് നൽകുന്നത്. കൂടാതെ മറ്റ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിൽ നിന്നും വരുന്ന വിസിറ്റിംഗ് പ്രൊഫസേഴ്സും അതുപോലെ ഗസ്റ്റ് ലെക്ചേഴ്സും ഇവിടെ നിങ്ങളുടെ അക്കാഡമിക് അസിസ്റ്റൻസിനായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. യൂണിവേഴ്സിറ്റി ഓഫ് ഓസ്ട്രേലിയയിലേക്ക് അഡ്മിഷൻസ് എടുക്കാൻ നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമും അതുപോലെ ഇന്റർവ്യൂവും അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ബയോളജി, കെമിസ്ട്രി ആൻഡ് ജനറൽ ഇംഗ്ലീഷ് എന്നിങ്ങനെ സബ്ജക്റ്റുകൾ ബേസ് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഷോർട്ട് ഓറൽ ഇന്റർവ്യൂസും ആണ് നിങ്ങൾ ഇവിടെ അറ്റൻഡ് ചെയ്യേണ്ടത്. എൻട്രി ക്രൈറ്റീരിയ ആയിട്ട് +2 നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതായത് PCBയിൽ നിങ്ങൾക്ക് 60% മുകളിൽ സ്കോർ ചെയ്യേണ്ടതുമായിട്ടുണ്ട്. കൂടാതെ നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫഷൻസി കാണിക്കുന്നതിന് IELTS മാൻഡറ്ററിയുമാണ്. ഇവിടെ നിങ്ങൾക്ക് ഇന്റർവ്യൂ ടെസ്റ്റ് അടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങൾക്കൊരു സീറ്റ് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിലെ ഇൻടേക്ക് ഡീറ്റെയിൽസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. സിംഗിൾ ആനുവൽ ഇൻടേക്ക് സിസ്റ്റമാണ് നിങ്ങൾക്ക് ഇവിടെ വരുന്നത്. ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് തന്നെ ഫെബ്രുവരി മുതൽ ജൂലൈ വരെയുള്ള ടൈം പീരീഡിലാണ്. ഈ ഒരു സമയത്ത് തന്നെയാണ് നിങ്ങളുടെ എൻട്രൻസ് എക്സാമും അതുപോലെ ഇന്റർവ്യൂയും അറ്റൻഡ് ചെയ്യേണ്ടത്. യൂറോപ്പിലെ MBBS ഇൻടേക്ക് ഏതാണ്ട് ഈ ഒരു ടൈമിൽ തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ട്യൂഷൻ ഫീസും അക്കോമഡേഷനും ലിവിംഗ് എക്സ്പെൻസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. ഓസ്ട്രേലിയയിലെ ട്യൂഷൻ ഫീസ് വരുന്നത് ഇയർലി 12,000 യൂറോയാണ്. ഏതാണ്ട് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 11,20,000 INR ആണ് വരുന്നത്. ഷെങ്കൻ രാജ്യത്തെ MBBS ഫീസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഓസ്ട്രേലിയയിലെ ഫീസ് മാനേജബിൾ ആണ്. ഇനി നമ്മൾ ഹോസ്റ്റൽ ഫെസിലിറ്റീസിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ സ്റ്റുഡൻസും ഹൗസിംഗ് അല്ലെങ്കിൽ റെന്റൽ അപ്പാർട്ട്മെന്റ്സ് എന്നിങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്. ഈ ഒരു ഓപ്ഷൻ എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് സെൽഫ് കുക്കിംഗും ചെയ്യാനുള്ളതാണ്. ഈ ഒരു സെൽഫ് കുക്കിംഗ് ഓപ്ഷൻ ആണ് ഹെൽത്തിയും അഫോർഡബിളും. നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഡയറി പ്രൊഡക്ട്സും ഗ്രോസറീസും റൈസ്, ഗ്രെയിൻസ്, മീറ്റ് തുടങ്ങിയ ഇവിടെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വാങ്ങാൻ വേണ്ടി സാധിക്കും. ഇവിടെ അവൈലബിൾ അല്ലാത്ത ചില സ്പൈസുകൾ കുട്ടികൾ നാട്ടിൽ നിന്നും കൊണ്ടുപോകാറുണ്ട്. ഗ്രോസറി എക്സ്പെൻസുകളായിട്ട് മാസത്തേക്ക് ഏതാണ്ട് 7,000 രൂപ വരെ നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ട്രാവലിംഗിനെ കുറിച്ച് മനസ്സിലാക്കാം. യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള നിയറസ്റ്റ് എയർപോർട്ട് വരുന്നത് ഒസ്ട്രാവ ഇന്റർനാഷണൽ എയർപോർട്ട് ആണ്. വെറും 25 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് എയർപോർട്ടിൽ നിന്നും യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. നോർമലി കേരളത്തിൽ നിന്നും നമ്മൾ എടുക്കുന്നത് കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. കൊച്ചിയിൽ നിന്നും ദോഹയിലേക്കും തുടർന്ന് ദോഹയിൽ നിന്നും ചെക്ക് റിപ്പബ്ലിക്കിലേക്കുമാണ് നമ്മൾ ഫ്ലൈറ്റ് എടുക്കുന്നത്. ഏതാണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 47,000 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെക്ക് റിപ്പബ്ലിക്കിലെ MBBS പഠനത്തിന് ശേഷം വരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കാം. ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന
പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് യൂറോപ്പിലും അല്ലെങ്കിൽ ലോകത്തെ മറ്റേത് രാജ്യത്തും ഒരു ക്വാളിഫൈഡ് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ലഭിക്കുന്നുണ്ട്. തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നവരാണെങ്കിൽ 2025 FMG റിസൾട്ട് നോക്കുന്നത് നല്ലതായിരിക്കും. ഏതാണ്ട് 30% പാസിംഗ് പെർസെൻറ്റേജ്, അതായത് 100-ൽ 30 ഡോക്ടേഴ്സ് പാസ്സായി എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഇന്ത്യയിൽ പഠിച്ചവരും വിദേശത്ത് പഠിച്ചവരും ഒരുപോലെ അറ്റൻഡ് ചെയ്യേണ്ട എക്സാമാണ് NMC നെക്സ്റ്റ് എക്സാമിനേഷൻ. FMG എക്സാമിനെ കുറിച്ചിട്ടും വരാനിരിക്കുന്ന NMC നെക്സ്റ്റ് എക്സാമിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് വീഡിയോ നമ്മൾ ഈ ചാനൽ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലോ അല്ലെങ്കിൽ വിദേശത്തോ MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായിട്ടും ആ വീഡിയോ കാണേണ്ടതാണ്. വീഡിയോ ലിങ്ക് ഞാൻ മേലെ ഐ ബട്ടണിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഇന്ത്യയിൽ MBBS പഠിച്ച സ്റ്റുഡൻസിന്റെ കൂടെ തന്നെയാണ് ഇനി വരുന്ന നെക്സ്റ്റ് എക്സാമിനേഷൻ എഴുതുന്നത്. FMG എക്സാമിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് NMC നെക്സ്റ്റ് എക്സാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ആ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും കാണേണ്ടതാണ്. വിദേശത്ത് MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കോ ഫ്രണ്ട്സിനോ ക്ലാസ്മേറ്റ്സിനോ അല്ലെങ്കിൽ നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നവർക്കൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ സപ്പോർട്ടും ലൈക്കായിട്ട് നിങ്ങൾ അറിയിക്കുക. യൂണിവേഴ്സിറ്റി ഓഫ് ഓസ്ട്രേലിയയിലെ MBBS അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. MBBS പഠിക്കാൻ വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റീസ് പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.